നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ സംസാരിക്കണം. അവരുടെ ചർച്ചാ വിഷയം വിക്രമാണ്. വിക്രം ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണം വേദയ്ക്ക് മരണഭയമുണ്ട്. വിക്രത്തെ ആരെങ്കിലും ഇല്ലാതാക്കുമോ, ശത്രുക്കൾ ഇല്ലാതാക്കുമോ എന്ന്. അതുകൊണ്ട് മാത്രമാണ് വിക്രം ഓടിപ്പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല അച്ഛാ. എനിക്കറിയാം അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. പക്ഷേങ്കിൽ നമുക്ക് അവനെ തീർക്കണം. ഒരു കാരണവശാലും അവനിനി പുറലോകം കാണാൻ പാടില്ല. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അല്ല അത് ആരെ കൊണ്ട് ചെയ്യിക്കുന്നത്? ഒരു കാരണവശാലും നമ്മൾ പോയി ചെയ്യരുത്. നമുക്ക് അതിനു വേണ്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കണം. പക്ഷേ അവരെവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല അച്ഛാ. കണ്ടുപിടിക്കണം. ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. പുളിക്കനെ ഇല്ലാതാക്കിയത് നമ്മളാന്നുള്ള കാര്യം മിക്കവാറും ആ അനിയൻകുട്ടനുണ്ടല്ലോ അവൻ പറഞ്ഞു കൊടുക്കും. അവന് സ്വബോധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിട്ട് പണി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേദയും വിക്രവും കൂടെ അനിയൻകുട്ടനെ വിളിച്ചിരുത്തി ആഹാരം കഴിക്കുകയാണ്. അനിയൻകുട്ടൻ ആദ്യമൊന്നും കഴിക്കാൻ സമ്മതിച്ചില്ല. പിന്നീട് വിക്രം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ കഴിക്കുകയാണ്. വേദയാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്. വേദയ്ക്ക് അത്രയൊന്നും ഉണ്ടാക്കാൻ അറിയുണ്ടായിരുന്നില്ല. എങ്കിലും അറിയാവുന്ന പോലെയൊക്കെ വേദ തട്ടിക്കൂട്ടി. പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, അതെ ഇച്ചിരി ടേസ്റ്റ് കുറവൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നീട് അനിയൻകുട്ടനെ അവിടെ കൊണ്ടുപോയി കട്ടിലെ കൊണ്ടുപോയി കിടത്തുവാണ്. അങ്ങനെ കിടത്തിയതിന് ശേഷം വേദയും വിക്രവും കൂടെ സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വേദ ഒരു ഷോളൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് വിക്രത്തോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, നല്ല തണുപ്പുണ്ട് വിക്രം, നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയല്ലെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അത് പിന്നെ ഇത് മൂന്നാറിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമല്ലേ, അതുകൊണ്ടാണ് ഇത്ര തണുപ്പ്, നല്ല സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഓണോ അത്രയ്ക്ക് നല്ല സുഖമാണോ? അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എനിക്ക് വലിയ തണുപ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. തണുപ്പില്ലേ? അന്നൊരു കാര്യം ചെയ്യാം, വിക്രം പുറത്തു കിടന്നോ, തണുപ്പില്ലെങ്കിൽ ഞാൻ അകത്ത് കിടന്നോളാന്ന് പറഞ്ഞു. തണുപ്പില്ലാത്ത ആൾ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ഓ അങ്ങനെയാണോ? അതെ, തണുപ്പില്ലാന്ന് പറഞ്ഞെന്ന് ഓർത്തോണ്ടേ ഞാൻ എന്താളും പുറത്ത് കിടക്കാൻ പോകുന്നില്ല. നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, ഒരാൾ അകത്തും ഒരാൾ പുറത്തും കിടന്ന് എങ്ങനെയാണ് ശരിയാവുന്നേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്നതല്ലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ചിരി വന്നു. വേദ പറഞ്ഞു, ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? നേരത്തെ എങ്ങനെയായിരുന്നു? കണ്ട കടിച്ചു കയറാൻ പാകത്തിന് നടന്ന, ഇപ്പം കണ്ടില്ലേ എന്തൊരു മാറ്റമാണെന്ന് നോക്കാൻ പറഞ്ഞു. വിക്രം പറഞ്ഞു, അത് പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ആദ്യം കുറച്ച് മസിൽ പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ പിന്നെ തോന്നും ഇതെന്താണെങ്കിലും എൻ്റെ തലയിലേക്ക് കയറിയിരിക്കുന്ന കുരിശ, ഇത് പോകാൻ പോകുന്നില്ലെന്ന്. അപ്പം പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേദ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ വിക്രം കയ്യിലേക്ക് പിടിച്ചു. അങ്ങനെ അങ്ങോട്ട് പോവല്ലേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്ക് അത്ര തമാശയായിട്ട് തോന്നില്ല. ഓ ഇപ്പം തമാശയും പറയാൻ പാടില്ലെന്നായോ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഒടുവിൽ വേദയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി ഇച്ചിരി നടക്കാമെന്ന് പറഞ്ഞു. കാരണം അവിടെ നല്ല തേയിലത്തോട്ടമായിരുന്നു. തേയിലത്തോട്ടത്തിന് നടുവിൽ നല്ല പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അന്തരീക്ഷമാണ്. അവിടെ പോയിരിക്കുന്ന നല്ല സുഖമാണ്. അങ്ങനെ വേദയും വിക്രം കൂടെ ആ പാറയെടുത്ത്, വീടിൻ്റെ തൊട്ടടുത്താണ് ആ പാറയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് വേദയോട് വിക്രം പറഞ്ഞു, എന്ത് രസമല്ലേ ഇവിടെ നിൽക്കാനല്ലേ എന്ന് ചോദിച്ചു. അതെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. വേദയോട് ചോദിച്ചു, നിനക്ക് വിഷമമാവുന്നുണ്ടോയെന്ന് ചോദിച്ചു. എന്തിന്? അല്ല വീട് വിട്ട് എന്നോടൊപ്പം ഇറങ്ങി പോരേണ്ട വന്നില്ല, എന്തിന്? ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. അധികം വൈകാതെ നമുക്ക് സത്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും വിക്രം. അനിയൻകുട്ടൻ എന്ന സ്വഭാവത്തിലേക്ക് വന്നോട്ടെ, അവൻ്റെ പേടിയും കാര്യങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ പുളിക്കനെ കൊന്ന ആരാന്നുള്ള സത്യങ്ങൾ നമുക്കറിയാൻ കഴിയും. പുളിക്കനെ കൊന്ന ആൾ തന്നെയായിരിക്കും വാസവനെ അല്ല വരുണ്ണ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു ഭയം വേണ്ട. പക്ഷെ സൂക്ഷിക്കണം, ശത്രുക്കളുടെ നടുവിലാണ് നമ്മൾ. എപ്പോഴും ഏത് നിമിഷം വേണേലും ശത്രുക്കൾ നമ്മളെ അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, നിന്റെ ചേട്ടൻ തന്നെ ഒന്നാമതൊരു ശത്രു അല്ലെന്ന് ചോദിച്ചു. അതെ അതൊക്കെ എനിക്കറിയാം. അയാളും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരുടെയും കണ്ണെൻ്റെ സ്വത്തിന് മേല, അത് സ്വന്തമാക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ഇത്രവായി ഒന്നുമല്ലെങ്കിൽ ഞാനൊരു പ്രശ്നത്തിനും പോകത്തില്ലായിരുന്നു. പക്ഷേ ഇനി ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല വിക്രം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, അല്ല അത് വേണം, കാരണം എനിക്കിവിടെ ജയിച്ചേ മതിയാവുള്ളൂ. ഇത്രയും വലിയ പരിപാടിയെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വിട്ടുകൊടുത്ത പിന്നെ ഞാൻ എന്തായി തീരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം അവരവിടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകൂട്ടം നല്ല ഉറക്കമായിരുന്നു. പിന്നീട് അവർ കുറച്ച് സമയമോടെ കഴിഞ്ഞിട്ടായിരുന്നു കിടക്കണേ. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഗീവർഗീസ് വരുന്നുണ്ട്. അങ്ങനെ വന്ന് വേദയോട് കാര്യങ്ങൾ പറയാണ്. അതെ ഇന്ന് മുതൽ കൊളുന്ത് കൊള്ളാൻ പോകുന്ന കാര്യം പറഞ്ഞേ. അതിനെന്താ
ഞാൻ ഇപ്പം തന്നെ റെഡിയാവാമെന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, അല്ല വേദേ, അതിന് പോകേണ്ട കാര്യമുണ്ടോ? ഏയ്, ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലോ വിക്രം, അതൊന്നും പ്രശ്നമല്ല. വിക്രം പറഞ്ഞു, അല്ല ചേട്ടാ, എൻ്റെയും കൂടെ ഒരു ജോലിക്കാര്യം അതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണേലും ഒരു ജോലി ഉറപ്പാ. ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പണി വേണം ചെയ്യാൻ മടിയുണ്ടോയെന്ന് ചോദിച്ചു. ഏയ്, അങ്ങനെ മടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പള്ളിപ്പറമ്പിൽ പണിയാൻ ആൾ വേണം, അങ്ങനെ ആ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. വിക്രം പറഞ്ഞു, അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് അച്ഛനോടും കൂടെ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് മേരി വേദയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം വേദയ്ക്ക് ഈ കൊളന്തെടുക്കാനൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല, തേയിലയ്ക്കകത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വേദ അങ്ങനെ വീട്ടിലെ പണികൾ പോലും ചെയ്തിട്ടില്ല. അപ്പോഴാണ് കൊളന്തെടുക്കാനായിട്ട് പോകുന്നത്. ഒടുവിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മേരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൊളുന്തെടുക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ. വേദ അതൊക്കെ കാണുകയാണ്. വേദയ്ക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വേദ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പഠിക്കണം എന്നൊരു തീരുമാനത്തിലായിരുന്നു. പിന്നീട് വേദയോട് മേരി പ്രണയകഥയൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഓടിപ്പോന്ന വീട്ടുകാരുടെ എതിർപ്പിനെ കാരണമാണോ, അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി വേദ പറയാണ്. കാരണം വേദയ്ക്കറിയാം സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട് ശരിയാകത്തിരുന്ന്. താനൊരു ജഡ്ജിയുടെ മോളാണെന്നും അതുപോലെ തന്നെ വക്കീലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. ആരെങ്കിലും ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെ ഒറ്റിക്കൊടുക്കും ആരെങ്കിലും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വേദ പറഞ്ഞില്ല. വീട്ടുകാരുടെ എതിർപ്പുള്ളതുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള 2-3 ചേച്ചിമാരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. വേദ പെട്ടെന്ന് അവരുമായിട്ട് കമ്പനി ആവുകയും ചെയ്തു. ഈ സമയത്ത് ശ്രീനിവാസൻ ജോസഫിനെയും രാജേട്ടനെയൊക്കെ വിളിപ്പിക്കുന്നുണ്ട്. വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിക്രം എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്തണം. അതുമാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ജോസഫ് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ആരുമില്ല, പക്ഷേങ്കിൽ അന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടാതെ നേരെ കൊണ്ടുപോയത് ഒരു ഗോഡൗണിലേക്കാണ്. അവിടെ CAയും വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ശ്രീകാന്തിൻ്റെ അമ്മായിച്ചനും ഉണ്ടായിരുന്നു. വിക്രം എവിടെയാണെന്ന് ചോദിച്ചോണ്ടാ ഞങ്ങളെ മർദ്ദിച്ചേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസിന് ചില സംശയങ്ങൾ. ഇനിയിപ്പോൾ അവനിതിനകത്ത് വല്ല പങ്കും ഉണ്ടായിരിക്കുമോ ആ ശ്രീകാന്തിന്, അതൊന്നും അറിയത്തില്ല ശ്രീനി സാറേ. പക്ഷേ അവൻ്റെ ചോദ്യവും മട്ടും ഭാവവും കണ്ടിട്ട് വിക്രത്തിനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലാതാക്കുന്ന പോലെ തോന്നല. ഒരു കാരണവശാലും വിക്രത്തിനൊരു പോറൽ പോലെ സംഭവിച്ചുകൂടാ. അത് മാത്രമല്ല, അനിയൻകുട്ടനെ കൊണ്ട് വിക്രം പോയിരിക്കുന്നത്, അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ അറിയാലോ നിങ്ങൾക്ക്, വാസുവനും നമ്മളോടൊപ്പം ഉണ്ട്, സത്യങ്ങളൊക്കെ കണ്ടെത്തിയേ തീരുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിൽ അയാളും. എലക്ഷൻ കഴിയാൻ വരെ ഞാനൊന്ന് പറഞ്ഞു നിർത്തിയേക്കോ, എലക്ഷൻ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് കമലയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാണ്. ഇതുവരെ ആയിട്ടും വേദയും വിക്രത്തെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല. അവരവിടുന്ന് പോയെന്നറിഞ്ഞു. എങ്ങോട്ടാണ് പോയത്, എവിടെ എങ്ങനെയൊന്നും അറിയത്തില്ല. ഒളിച്ച് താമസിക്കണോ, എങ്ങനെ ശത്രുക്കളുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു. മാഷിനോട് തൻ്റെ പരാതികളും പരിഭവങ്ങളും പറയുന്നുണ്ട്. ഒടുവിൽ മാഷ് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട കമലെ, ഒന്നും അവർക്ക് സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇത്രത്തോളം വരെ കാര്യങ്ങളൊക്കെ പോയില്ലേ. വേദ ഒന്നുമല്ലല്ലോ ആ ജഡ്ജിയുടെ വീട്ടിൽ അവനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചല്ലേ. അത്ര ധൈര്യം കാണിച്ച പെൺകുട്ടിയല്ലേ വേദ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, അവനും അവൾക്കും ഒളിച്ചു കഴിയാനായിട്ടറിയാം. ആരും പിടിക്കാനൊന്നും പോകുന്നില്ല. നീ അവരുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം കമലയ്ക്ക് ഇനിയിപ്പോൾ ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ മനസ്സ് വേദനിപ്പിക്കില്ലെന്ന് മാഷ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ശ്രീകാന്ത് CI വിളിക്കുകയാണ്. CI വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരെവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ CI പറഞ്ഞു, അന്വേഷിക്കാനായിട്ട് ഒരിടം പോലും ബാക്കിയില്ല. അവർ പോയെന്ന് പറയുന്ന വണ്ടി അതൊക്കെ അരിച്ചു പരിശോധിച്ചു, അത് കിട്ടി. പക്ഷെ ആ വാഹനത്തിലാണ് അവർ പോയേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിലായിരിക്കും പോയിരിക്കുന്നത്. അവർ ഈ പരിസരം വിട്ടു പോകാൻ വഴിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിവിൽ താമസിക്കണ്ടോന്നും അറിയില്ല എന്ന് പറഞ്ഞു. CI പറഞ്ഞു, ഫോണൊന്നും ഓണായിട്ടില്ലോ, അങ്ങനെ എന്തെങ്കിലും ഓണായാൽ മാത്രമല്ല അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. സാരമില്ല, അധികം വൈകാതെ കണ്ടെത്താനായിട്ട് പറ്റും. കണ്ടെത്തി കഴിയുമ്പോൾ ഞാൻ ശ്രീകാന്തിനെ വിവരം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശ്രീകാന്തിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് അവരെ പിടികൂടിയില്ലേ പ്രശ്നമാണ്. ആ അനിയൻകുട്ടന് ബോധം വന്നിട്ടുണ്ടെങ്കിൽ
തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നാൽ പിന്നെ തനിക്കൊരു പിടിച്ചുവയ്പ്പ് ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.